ഇന്ന് പുറത്തു വന്ന ഏറ്റവും പുതിയ IPL ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഈ IPL നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന ടീം ഏതാണെങ്കിൽ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് ദിനേശ് കാർത്തികുമായി ബന്ധപ്പെട്ടതാണ്. RCB ഇപ്പോൾ ഒരു കളി ജയിച്ചിട്ടുണ്ടെങ്കിൽ അത് ദിനേശ് കാർത്തിക് കാരണമാണ്. താരമാണ് RCBയുടെ ഫിനിഷർ. കാർത്തിക് ഇല്ലെങ്കിൽ അത് RCBക്ക് തിരിച്ചടിയായിരിക്കും. ഇപ്പോഴിതാ RCB ആരാധകർക്ക് ദുഃഖവാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ദിനേശ് കാർത്തിക് ഇനി RCB ടീമിൽ ഉണ്ടായിരിക്കില്ല. താരത്തിൻ്റെ ഇത് അവസാന സീസൺ എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഈ സീസൺ കഴിയുന്നതോടെ കാർത്തിക് വിരമിക്കൽ പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതിനു മുന്നേ കാർത്തിക് വിരമിച്ചേക്കും. അതുകൊണ്ട് ഇനി നമുക്ക് കാർത്തികിനെ RCB ടീമിൽ കാണാൻ സാധിക്കില്ല. അടുത്തൊരു അപ്ഡേറ്റ് അംബാറ്റി റായുഡുമായി ബന്ധപ്പെട്ടതാണ്. അംബാറ്റി റായുഡു CSK ടീമിൽ നിന്ന് വിരമിച്ചതാണ്. കഴിഞ്ഞ പ്രാവശ്യം കപ്പ് നേടിയപ്പോൾ ധോണിയാണ് റായുഡുവിനെ കപ്പ് കൊടുത്തത്. നല്ല സ്വീകരണമാണ് റായുഡുവിനെ CSK ടീം കൊടുത്തത്. ഇതുപോലത്തെ ഒരു വിടുവാങ്ങൽ ആർക്കും തന്നെ ലഭിച്ചിട്ടുണ്ടായിരിക്കില്ല. റായുഡു മികച്ച ഫോമിലായിരുന്നു. എന്നിട്ടും താരം എന്തുകൊണ്ടാണ് വിരമിച്ചതെന്ന് വ്യക്തമല്ല. ഇപ്പോഴിതാ CSK ആരാധകർക്ക് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അംബാറ്റി റായുഡു തിരിച്ച് CSKയിലേക്ക് വരികയാണ്. CSK തന്നെയാണ് ഒഫീഷ്യൽ പേജിൽ അംബാറ്റി റായുഡു തിരിച്ചു വരുമെന്ന വീഡിയോ പുറത്തുവിട്ടത്. താരം ഇനി പ്ലെയർ ആയിട്ടാണോ അതോ കോച്ചായിട്ടാണോ വരുന്നതെന്ന് വ്യക്തമല്ല. ഇനിയൊരു പക്ഷേ വിരമിച്ചിൽ പിൻവലിച്ച് CSK ടീമിലേക്ക് മടങ്ങി വരാനായിരിക്കും അംബാറ്റി റായുഡുവിൻ്റെ പദ്ധതി. റായുഡു ഇതുപോലെ മുൻപും വിരമിച്ചിട്ട് തിരിച്ചു വന്ന താരമാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ മുംബൈ ടീം വിട്ട് പോകാനൊരുങ്ങുകയാണ്. ദേശീയ മാധ്യമങ്ങൾ വലിയ റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത വർഷം രോഹിത് ശർമ്മ മുംബൈ ടീമിൽ കാണില്ലെന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. അടുത്ത വർഷം മെഗാ ഓപ്ഷനാണ്. അതുകൊണ്ട് രോഹിത് ശർമ്മ ഇനി മുംബൈ ടീമിൽ നിൽക്കില്ല. താരത്തിന് ഇവിടെ പറ്റുന്നില്ലെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. രോഹിത് ശർമ്മ കൊൽക്കത്ത ടീമിലേക്ക് ചേക്കേറാനുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട്. മുംബൈയുടെ നീലക്കുപ്പായത്തിൽ രോഹിത് ശർമ്മയുടെ ലാസ്റ്റ് സീസൺ അതായിരിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ IPLൽ ഏത് ടീമായിരിക്കും കപ്പ് നേടുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.